വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ. ഈ വീഡിയോയിൽ വിവിധ തരം ഫ്ലോ ചാർട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എങ്ങനെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ മെക്കാനിസം ഓഫ് വിഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. കാഴ്ചയുടെ രസതന്ത്രം എങ്ങനെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതാം എന്നതാണ് ആദ്യത്തേത്. The stages in the generation of optic nerve impulse or action potential on the retina and the role of opsin and retinal in the mechanism of vision. കൃത്യമായി കണ്ണിൻ്റെ ഡയഗ്രവും അതിൻ്റെ ഘടനയും അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ സ്റ്റെപ്സ് എഴുതാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഡയഗ്രവും ലേബലിങ്ങും നന്നായി പഠിക്കുക. ദൃശ്യപ്രകാശത്തിലെ പ്രകാശകിരണങ്ങൾ കോർണിയ, ലെൻസ് എന്നീ ഭാഗങ്ങളിലൂടെ കടന്ന് റെറ്റിനയിൽ കേന്ദ്രീകരിക്കുമ്പോൾ റോഡ് കോശങ്ങളിലും കോൺ കോശങ്ങളിലും ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇംപൾസസ് ഉളവാകുന്നു. There are two types of photoreceptor cells in the retina. They are cones and rods. Cone cells are responsible for vision in daylight or photopic vision and also color vision. Cone cells contain light-sensitive protein called iodopsin synthesized from vitamin A. Rod-shaped cells are called rods, which bring about vision in night or dim light, and they cannot distinguish colors. Rod cells contain purple-colored pigment called rhodopsin, and it contains a derivative of vitamin A. മനുഷ്യനേത്രത്തിലെ പ്രകാശവർണ്ണകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന മാംസ്യവും റെറ്റിനാൽ എന്ന വിറ്റാമിൻ എയുടെ ആൾഡിഹൈഡും ചേർന്നാണ്. പ്രകാശം പതിക്കുമ്പോൾ റെറ്റിനാൽ ഓപ്സിനുമായി വേർപിരിയുന്നു. ഇതിൻ്റെ ഫലമായി ഓപ്സിൻ്റെ ഘടന വ്യത്യാസപ്പെടുകയും സ്തരത്തിൻ്റെ താര്യതയിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുന്നു. The first step in the flow chart is light induces dissociation of retinal from opsin. Second step is structural changes in the opsin which induce membrane permeability changes. ഇങ്ങനെ മെംബ്രെയിൻ പെർമിയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ആർ ജനറേറ്റഡ് ഇൻ ദ ഫോട്ടോറിസെപ്റ്റർ സെൽസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലമുണ്ടാക്കുന്ന സന്ദേശങ്ങൾ ഗാംഗ്ലിയോൺ കോശങ്ങളിൽ പ്രവർത്തനശേഷികൾ അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടാൻ കാരണമാകുന്നു. ഫ്ലോ ചാർട്ടിലെ നാലാമത്തെ പോയിൻ്റ് അതുകൊണ്ട് ജനറേറ്റ്സ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ ഗാംഗ്ലിയോൺ സെൽസ് ത്രൂ ബൈപോളാർ സെൽസ്. അടുത്ത ഘട്ടത്തിൽ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആവേഗങ്ങൾ നേത്രനാഡി വഴി തലച്ചോറിലെ വിഷ്വൽ കോർട്ടെക്സ് എന്ന കാഴ്ചയുടെ കേന്ദ്രത്തിൽ എത്തുന്നു. അവിടെ വെച്ച് ആവേഗങ്ങളെ വിശകലനം ചെയ്യുകയും റെറ്റിനയിലുണ്ടായ പ്രതിബിംബത്തെ മുൻ അനുഭവങ്ങളുടെയും ഓർമ്മയുടെയും പശ്ചാത്തലത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ അഞ്ചാമത്തെ ഘട്ടം എന്താണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഒപ്റ്റിക് നെർവ്സ് ടു ദ വിഷ്വൽ കോർട്ടെക്സ് ഏരിയ ഓഫ് ദ ബ്രെയിൻ. അവസാനത്തെ സ്റ്റെപ്പിൽ ന്യൂറൽ ഇമ്പൾസസ് ആർ അനലൈസ്ഡ് ബൈ വിഷ്വൽ കോർട്ടെക്സ് ഏരിയ ഓഫ് ദ ബ്രെയിൻ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫ്ലോ ചാർട്ട് എഴുതാവുന്നതാണ്. ഇനി മറ്റൊരു ഫ്ലോ ചാർട്ടിലേക്ക് കടക്കാം. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് വേരിയസ് സ്റ്റേജസ് ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക് എന്ന ടോപ്പിക്കിൽ തന്നിരിക്കുന്ന ഡയഗ്രാം എല്ലാവരും ഒന്ന് നോക്കുക. റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? റാപ്പിഡ്, ഇൻവോളണ്ടറി ആൻഡ് അൺകോൺഷ്യസ് റെസ്പോൺസ് ഓഫ് ദ ബോഡി ബ്രോട്ട് അബൌട്ട് ബൈ എനി പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, ഐദർ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്, ത്രൂ എ സഡൻ സ്റ്റിമുലേഷൻ ഫ്രം റിസെപ്റ്റർ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. പെട്ടെന്നുണ്ടാകുന്ന ബാഹ്യമായ ഒരു നാഡീയ ഉദ്ദീപനത്തോട് ബോധപൂർവമായ ഇടപെടലോ കൃത്യമായ ചിന്തയോ ഇല്ലാതെ അനൈശ്ചികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനമാണ് റിഫ്ലെക്സ് പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഒരു ഭാഗം ഉൾപ്പെടുന്നു. റിഫ്ലെക്സ് ആക്ഷന് ഉദാഹരണങ്ങളാണ് സഡൻ വിത്ഡ്രോവൽ ഓഫ് ബോഡി പാർട്ട് വിച്ച് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഒബ്ജക്ട്സ് ദാറ്റ് ആർ ഹോട്ട്, cold or pointed.
ഇനി റിഫ്ലെക്സ് ആക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. റിസപ്റ്റർ അല്ലെങ്കിൽ സെൻസറി ഓർഗൻ റിസീവ്സ് സ്റ്റിമുലസ്. 5 സെൻസ് ഓർഗൻസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് എന്നിവയാണവ. രണ്ടാമത്തെ സ്റ്റെപ്പ് റിസപ്റ്റർ ഓർഗനിൽ നിന്നും സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇമ്പൾസസിനെ അഫറൻ ന്യൂറോൺ അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ വഴി സ്പൈനൽ കോഡിൽ എത്തിക്കുന്നു. സ്പൈനൽ കോഡ് വളരെ പെട്ടെന്ന് തന്നെ ഇമ്പൾസസിനെ തിരിച്ചറിയുകയും അഫറൻ ന്യൂറോണിനെ ഇൻ്റർ ന്യൂറോൺ വഴി ഇഫറൻ ന്യൂറോൺ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോണുമായി കണക്ട് ചെയ്ത് റെസ്പോൺസ് തിരിച്ചയക്കുന്നു. ഇഫറൻ ന്യൂറോൺ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ എത്രയും പെട്ടെന്ന് റെസ്പോൺസിനെ ഇഫക്റ്റർ ഓർഗൻ, അത് മസിലോ അല്ലെങ്കിൽ ഗ്ലാൻഡോ ആയിരിക്കാം, അവിടേക്ക് എത്തിച്ചേർക്കുന്നു. സ്പൈനൽ കോഡിൻ്റെ റെസ്പോൺസിനനുസരിച്ച് മസിൽ അല്ലെങ്കിൽ ഗ്ലാൻഡ് പ്രതിപ്രവർത്തനം നടത്തുന്നു. മസിലാണെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കുന്നു, ഗ്ലാൻഡ് ആണെങ്കിൽ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സ് ആർക്കിൻ്റെ ഫ്ലോ ചാർട്ടിൻ്റെ സംഗ്രഹണം ഒരിക്കൽ കൂടി പറയാം. റിസപ്റ്റർ, അഫറൻ ന്യൂറോൺ, ഇൻ്റർ ന്യൂറോൺ, ഇഫറൻ ന്യൂറോൺ, ഇഫക്റ്റർ ഓർഗൻ. അടുത്ത സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. വേരിയസ് സ്റ്റെപ്സ് ഇൻ നെർവ് ഇമ്പൾസ് കണ്ടക്ഷൻ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. ഇതും ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇമ്പൾസ് കണ്ടക്ഷൻ ത്രൂ ആൻ ആക്സോൺ ആൻഡ് ആക്സോൺ ടെർമിനൽ ആൻഡ് സിനാപ്സ്. ഈ 2 ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എഴുതാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ആക്സോണൽ മെംബ്രെയിൻ ആണ്. എന്താണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ഒരു ന്യൂറോൺ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാത്ത സമയത്ത് അതിന് റെസ്റ്റിംഗ് ന്യൂറോൺ എന്ന് വിളിക്കാം. റെസ്റ്റിംഗ് ന്യൂറോണിൻ്റെ ആക്സോൺ മെംബ്രെയിൻ ഇലക്ട്രിക്കലി പോളറൈസ്ഡ് ആണ്. ഇതിന് കാരണം ആക്സോൺ മെംബ്രെയിൻ കൂടുതലായി പൊട്ടാസ്യം അയോണുകളെ അല്ലെങ്കിൽ K+ അയോണുകളെ കടത്തിവിടുകയും Na+ അയോണുകളെ തീരെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ആക്സോപ്ലാസത്തിലെ നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ മോളിക്യൂളിനെ പുറത്തേക്ക് കടത്തിവിടുന്നില്ല. എക്സോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം ഓഫ് ആക്സോൺ. അതിനകത്തുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിനെ പുറത്തേക്ക് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് ആക്സോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ അകത്ത്, അതായത് ആക്സോപ്ലാസത്തിൽ, പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെയും K+ അയോണുകളുടെയും കോൺസെൻട്രേഷൻ കൂടുതലാകുന്നു. ഇത് ആക്സോണിൻ്റെ ഉൾഭാഗം നെഗറ്റീവാക്കി നിർത്തുന്നു. ആക്സോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് Na+ അയോണുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് പുറമെ പോസിറ്റീവായിരിക്കും. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന പ്രോസസ്സാണ് ഈ അയോണുകളെ നിയന്ത്രിക്കുന്നത്. ഈ പ്രക്രിയയിൽ 3 സോഡിയം അയോണുകൾ പുറത്തേക്ക് കടക്കുമ്പോൾ 2 പൊട്ടാസ്യം അയോണുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്തും പുറത്തും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കാരണമാക്കുന്നു. ഇതിനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. സ്റ്റിമുലസ് റിസീവ്ഡ് ആൻഡ് ഇൻഫ്ലക്സ് ഓഫ് Na+ അയോൺസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന റെസ്റ്റിംഗ് ന്യൂറോണിലേക്ക് ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നു. അതായത് ശരീരത്തിൽ ഹോട്ട്, കോൾഡ് ഓർ പ്രിക്കിംഗ് ഓർ എനി അതർ സ്റ്റിമുലസ് ഈസ് അപ്ലൈയിങ്. ഏത് ഭാഗത്താണോ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നത് അവിടെയുള്ള ആക്സോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുന്നു. പോയിൻ്റ് എയിലാണ് സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ Na+ അയോൺസ് അകത്തോട്ട് ഇരച്ചു കയറുന്നു. ഇത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉൾവശം പോസിറ്റീവ് ആക്കും. അപ്പോൾ പുറംഭാഗം ഏത് ചാർജായിരിക്കും? നെഗറ്റീവ്. ഇങ്ങനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്ന് മാറി പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതിനെ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നു. നൗ വി ക്യാൻ ഗോ ടു തേർഡ് സ്റ്റെപ്പ്. സോഡിയം പൊട്ടാസ്യം പമ്പ് സ്റ്റാർട്ട്സ് ഫങ്ഷനിങ്. സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത ഭാഗത്ത്, ഫോർ എക്സാമ്പിൾ പോയിൻ്റ് എ, അവിടെ ഉടൻ തന്നെ സോഡിയം പൊട്ടാസ്യം പമ്പ് പ്രവർത്തന സജ്ജമാകും. അകത്തു കയറിയ സോഡിയം അയോണുകളെ ബലമായി പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കും. പോയിൻ്റ് എ എന്ന ആക്സോണിൻ്റെ ഭാഗം
തിരികെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കും. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. മൂന്നാമത്തെ സ്റ്റെപ്പിലെ സോഡിയം പൊട്ടാസ്യം പമ്പ് പോയിന്റ് എയിൽ വർക്ക് ചെയ്യുന്ന അതേ സമയം തന്നെ ആക്സോണിൻ്റെ തൊട്ടടുത്ത ഭാഗത്തേക്ക്, ഫോർ എക്സാമ്പിൾ പോയിന്റ് ബിയിലേക്ക് ഇലക്ട്രിക്കൽ ഇമ്പൾസ് നീങ്ങും. ഇതിനെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. സോ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ വലിയ കാര്യങ്ങൾ പറയാം. സ്റ്റിമുലസ് ശരീരത്തിൻ്റെ ഭാഗത്ത് ഒരു പ്രാവശ്യം ആക്സോണിൽ പതിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ശരീരം സ്വീകരിക്കുന്നതാണ് സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനങ്ങൾ. പിന്നെ അതിനെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. വീണ്ടും അതിനെ സ്റ്റിമുലസ് എന്ന് പറയാൻ പാടില്ല. ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ട്രാൻസ്മിറ്റിംഗ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. പോയിന്റ് എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതേസമയം പോയിന്റ് എ തിരിച്ച് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് ആവുകയും ചെയ്യും. ഇനി അഞ്ചാമത്തെ പോയിന്റ് ഏതാണെന്ന് നോക്കാം. ബേഴ്സ്റ്റിംഗ് ഓഫ് സിനാപ്റ്റിക് വെസിക്കിൾ. ആക്ഷൻ പൊട്ടൻഷ്യൽ ഫാസ്റ്റായി ആക്സോണിലൂടെ കടന്നുപോയി തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഈസ് കോൾഡ് സിനാപ്സ്. രണ്ട് ന്യൂറോണുകൾ കൂടിച്ചേരുന്ന ജംഗ്ഷനാണ് സിനാപ്സ്. ദ ന്യൂറോൺ ദാറ്റ് ബ്രിങ്സ് ഇമ്പൾസ് ടു ദ സിനാപ്സ് ഈസ് കോൾഡ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഏത് ന്യൂറോണാണോ ഇമ്പൾസിനെ സിനാപ്സിലേക്ക് കൊണ്ടുവരുന്നത് അതിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയുന്നു. ദ ന്യൂറോൺ വിച്ച് ക്യാരീസ് ഇമ്പൾസ് എവേ ഫ്രം ദ സിനാപ്സ് ഈസ് കോൾഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ആദ്യത്തെ ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ വഹിച്ചുകൊണ്ടു പോകുന്ന രണ്ടാമത്തെ ന്യൂറോണിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയുന്നു. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും ഇടയിൽ കാണുന്ന ഗ്യാപ്പിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്നു. ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കും. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ അറ്റം സിനാപ്റ്റിക് നോബ് എന്ന് അറിയപ്പെടുന്നു. സിനാപ്റ്റിക് നോബിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിലാണ് ധാരാളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണപ്പെടുന്നു. സിനാപ്റ്റിക് വെസിക്കിൾസ് പൊട്ടി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നു. അസറ്റൈൽ കോളിൻ അല്ലെങ്കിൽ അഡ്രീനാലിൻ, ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവിടെ കാണുക. സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ ഇമ്പൾസസിനെ അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യലിനെ കടത്തിവിടുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ആറാമത്തെ ഘട്ടം അല്ലെങ്കിൽ അവസാനത്തേത് ബൈൻഡിങ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ വിത്ത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ന്യൂറോ ട്രാൻസ്മിറ്റർ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനുമായി കൂടിച്ചേരുന്നു. ഇങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു ന്യൂറോണിൽ നിന്ന് രണ്ടാമത്തേതിലേക്കും രണ്ടാമത്തേതിൽ നിന്ന് തൊട്ടടുത്തതിലേക്കും അങ്ങനെ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ എത്തിച്ചേരുന്നത് വരെ ക്യാരി ചെയ്യുന്നു. സ്റ്റിമുലസിൻ്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് മുഴുവനായും ഈ 6 സ്റ്റെപ്പുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന എല്ലാ സ്റ്റിമുലസുകളും ഈ രീതിയിൽ നമ്മുടെ തലച്ചോറിലെത്തും. അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്ത് പ്രതികരിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഫ്ലോ ചാർട്ട് നോക്കാം. 1. മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. 2. stimulus received and influx of sodium ions. 3. Sodium potassium pump starts functioning. 4. Development of action potential. 5. Bursting of synaptic vesicle. 6. Binding of neurotransmitter with postsynaptic membrane. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫ്ലോ ചാർട്ട് നോക്കൂ. ഫ്ലോ ചാർട്ട് ഷോയിങ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ത്രൂ കെമിക്കൽ സിനാപ്സ്, അതായത് ആക്സോൺ ടെർമിനലിൽ നിന്നും സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ മാത്രം. ഈ ചോദ്യത്തിൽ നെർവ് ഫൈബറിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ പറഞ്ഞിട്ടില്ല, ഓൺലി ത്രൂ സിനാപ്സ്. റെഫർ ദ ഡയഗ്രാം ഷോയിങ് ആക്സോൺ ടെർമിനൽ ആൻഡ് സിനാപ്സ്. So here first step is impulse arrives at axon terminal. Second one is
stimulates the movement of synaptic vesicle towards the presynaptic membrane. Third step is the rupturing of synaptic vesicles, release of neurotransmitters in the synaptic cleft. നാലാമത്തേത് opening of ion channels. അഞ്ചാമത്തേത് allow entry of ions. And last one, stimulates postsynaptic membrane or dendrites. ഇങ്ങനെ ഏത് തരത്തിലുള്ള ഫ്ലോ ചാർട്ടാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ആൻസർ എഴുതണം. മറ്റൊരു ഫ്ലോ ചാർട്ടിലേക്ക് പോകാം. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് പാത്വേ ഓഫ് സൗണ്ട് വേവ് ഡ്യൂറിങ് ഹിയറിംഗ് പ്രോസസ്. ഈ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുന്നതിനായി ഇയർ എന്ന ടോപ്പിക് നന്നായി പഠിച്ചിരിക്കണം. ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് ഇയർ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെക്ഷണൽ വ്യൂ ഓഫ് കോക്ലിയ എന്നീ 2 ഡയഗ്രംസ് റെഫർ ചെയ്തിരിക്കണം. ഹ്യൂമൻ ഇയർ ഹാസ് 3 പാർട്സ്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരിക കർണം. ഈ 3 ഭാഗങ്ങളിലും വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അവയുടെ വാക്കുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. എക്സാമ്പിൾ, എക്സ്റ്റേണൽ ഇയറിന് പ്രധാനമായും പിന്ന, ഓഡിറ്ററി മീറ്റസ്, ടിംബാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം എന്നീ 3 ഭാഗങ്ങളാണുള്ളത്. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓഡിറ്ററി മീറ്റസ് എന്ന വാക്കില്ല. അതുകൊണ്ട് പിന്ന ആൻഡ് ടിംബാനിക് മെംബ്രെയിൻ ഇത് രണ്ടും നമുക്ക് എക്സ്റ്റേണൽ ഇയറിൻ്റെ ഭാഗമായി എഴുതാം. അതുപോലെ മധ്യകർണത്തിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ഇയറിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. MIS, മിസ് എന്ന് ഷോർട്ട് ഫോം ആയിട്ട് ഓർത്തു വയ്ക്കാം. ഇത് ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. കാരണം മാലിയസ് ടിംബാനത്തിനോട് ഘടിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്റ്റേപ്പിസ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നർ ഇയറിൻ്റെ ഭാഗമായ കോക്ലിയ എന്ന ഭാഗത്തോടാണ്. അപ്പോൾ മിഡിൽ ഇയറിൻ്റെ ഓർഡർ മനസ്സിലായല്ലോ. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അടുത്തത് മിഡിൽ ഇയർ ഇന്നർ ഇയറുമായി കണക്ട് ചെയ്യുന്നത് 2 ഓപ്പണിങ്ങിലൂടെയാണ്, ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും. ഈ ക്വസ്റ്റ്യനിൽ ഓവൽ വിൻഡോ തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് എഴുതാം. നെക്സ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ പാർട്സ് ഓഫ് ഇന്നർ ഇയർ: സ്കാല വെസ്റ്റിബുലൈ, സ്കാല ടിംബാനി, ഓർഗൻ ഓഫ് കോർട്ടി. ദ ഫൈനൽ വൺ ഈസ് ഓഡിറ്ററി നെർവ്, കർണനാഡി. ഇപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഒന്നുകൂടി നോക്കാം. പിന്ന, ടിംബാനം, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോ, സ്കാല വെസ്റ്റിബുലൈ, സ്കാല ടിംബാനി, ഓർഗൻ ഓഫ് കോർട്ടി, ഓഡിറ്ററി നെർവ്. നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ്റെ മറ്റൊരു ചോദ്യം നോക്കൂ. ദ പൊളാരിറ്റി ഓഫ് എ റെസ്റ്റിംഗ് ന്യൂറോൺ ഈസ് ഗിവൺ ബിലോ. Name the mechanism by which the polarity is maintained. Give the changes in the nerve fiber when it is stimulated. ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ ചോദിച്ചിട്ടില്ല. ന്യൂറോണിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആൻസറിലേക്ക് കടക്കാം. Polarity of a resting neuron is maintained through sodium-potassium pump. So the answer A is sodium-potassium pump. ഇനി നെർവ് ഫൈബർ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നതാണ് ബിയുടെ ആൻസർ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. 1. സോഡിയം പൊട്ടാസ്യം പമ്പ് സ്റ്റോപ്സ്. 2. ഇൻഫ്ലോ ഓഫ് സോഡിയം അയോൺസ്. 3. റിവേഴ്സൽ ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. 4. ഡീപോളറൈസേഷൻ. 5. റീപോളറൈസേഷൻ. 6. ആക്ഷൻ പൊട്ടൻഷ്യൽസ്. ഇനി നമുക്ക് മറ്റൊരു ഫ്ലോ ചാർട്ട് നോക്കാം. ഫ്ലോ ചാർട്ട് ഷോയിങ് മെക്കാനിസം ഓഫ് പ്രോട്ടീൻ ഹോർമോൺ ആക്ഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോട്ടീൻ ഹോർമോൺ. പ്രോട്ടീൻ ഹോർമോണിന് ഒരു ഉദാഹരണമാണ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ FSH. അത് ആക്ട് ചെയ്യുന്നത് ഓവറിയിലാണ്. അത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. FSH അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺ ആദ്യം തന്നെ ഓവറിയുടെ സെൽ മെംബ്രെയിനിൽ എത്തുന്നു. സെൽ മെംബ്രെയിനിൽ ഒരു റെസപ്റ്റർ ഉണ്ടായിരിക്കും. റെസപ്റ്ററും ഹോർമോണും കൂടി ചേർന്ന് റെസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അങ്ങനെ റെസ്പോൺസ് 1 ഉണ്ടാകും. ആ റെസ്പോൺസ്
സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാക്കുന്നതിന് കാരണമാക്കുന്നു. അങ്ങനെ ജനറേഷൻ ഓഫ് സെക്കൻഡ് മെസ്സഞ്ചർ സൈക്ലിക് AMP ഓർ കാൽസ്യം അയോൺസ് അവിടെ എത്തുന്നു. ഈ സെക്കൻഡ് മെസ്സഞ്ചർ ഓവറിക്കകത്ത് ബയോകെമിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കുന്നു. ഓവറിയിലെ കോശങ്ങൾക്കകത്ത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്ന ബയോകെമിക്കൽ റെസ്പോൺസസ് ആണ് ഓവറോൾ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് അല്ലെങ്കിൽ ഒവേറിയൻ ഗ്രോത്തിന് കാരണമാക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ ഹോർമോൺ ആക്ഷൻ ചെയിനായിട്ട് നടക്കുന്നത് എന്ന്. ഒരിക്കൽ കൂടി ഫ്ലോ ചാർട്ട് പറയാം. പ്രോട്ടീൻ ഹോർമോൺ എക്സാമ്പിൾ FSH, റെസപ്റ്റർ, റെസ്പോൺസ് 1, ജനറേഷൻ ഓഫ് സെക്കൻഡ് മെസ്സഞ്ചർ, സൈക്ലിക് AMP ഓർ കാൽസ്യം അയോൺ, ബയോകെമിക്കൽ റെസ്പോൺസസ്, ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ലൈക്ക് ഒവേറിയൻ ഗ്രോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ടു ഷോ ദ മെക്കാനിസം ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺ ആക്ഷൻ. എക്സാമ്പിൾ ഫോർ സ്റ്റീറോയിഡ് ഹോർമോൺ ഈസ് ഈസ്ട്രോജൻ. Refer the diagrammatic representation of the mechanism of hormone action, steroid hormone. ഹോർമോൺ റെസപ്റ്റേഴ്സ് രണ്ട് തരമുണ്ട്. മെംബ്രെയിൻ ബൗണ്ട് റെസപ്റ്റേഴ്സും ഇൻട്രാ സെല്ലുലാർ റെസപ്റ്റേഴ്സും. മുൻപത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഹോർമോൺസ് ആണ് സെൽ മെംബ്രെയിനുള്ള റെസപ്റ്റേഴ്സുമായി കൂടിച്ചേരുന്നത്. എക്സാമ്പിൾ follicular stimulating hormone secreted by pituitary gland, that is a protein hormone. എന്നാൽ സ്റ്റീറോയിഡ് ഹോർമോൺസ് സെല്ലിനകത്ത് കടന്ന് ന്യൂക്ലിയർ മെംബ്രെയിനിലുള്ള റെസപ്റ്റേഴ്സുമായി കൂടിച്ചേർന്ന് ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. DNA അല്ലെങ്കിൽ ജീനോമുമായി കൂടിച്ചേർന്ന് mRNA ഉണ്ടാക്കുന്നു. mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ പ്രോട്ടീനുകൾ ടിഷ്യൂ ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ ഓഫ് സെൽസ് എന്നീ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ സ്റ്റീറോയിഡ് ഹോർമോണുകൾ ഇൻട്രാ സെല്ലുലാർ റെസപ്റ്റേഴ്സുമായി കൂടിച്ചേർന്ന് ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്ലോ ചാർട്ട് നോക്കാം ഒന്നുകൂടി. ഹോർമോൺ പ്ലസ് ഇൻട്രാ സെല്ലുലാർ റെസപ്റ്റർ ഗീവ്സ് ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സ്. Hormone receptor complex with a genome gives formation of mRNA, then to protein, then to physiological process like tissue growth and differentiation. Like, share and subscribe the video. Thank you for watching this video.